നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വല്ലച്ചിറ ഇളങ്കുന്നിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കളുമായി എത്തിയ ടിപ്പർ ലോറിക്ക് മുന്നിൽ പ്രതിഷേധം. ഇളങ്കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറി തടഞ്ഞായിരുന്നു പ്രതിഷേധം. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്ക് പഴവിൽ ശാഖയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷകരിൽ നിന്ന് ശേഖരിച്ച നെല്ലിന്റെ വില യഥാസമയം നൽകുന്നതിനുള്ള ബാങ്ക് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു സമരം. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണത്തെ ഓണാഘോഷം കെങ്കേമമാക്കാനൊരുങ്ങി ICL ഫിൻകോർപ്പിന്റെ ഒന്നിച്ചോണം പൊന്നോണം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാധ്യത ലക്ഷ്യമിട്ട് വിപുലമായ സംഘാടക സമിതിക്കും രൂപം നൽകി. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഇളങ്കുന്നിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കളുമായി എത്തിയ ടിപ്പർ ലോറിക്ക് മുന്നിൽ പ്രതിഷേധം. ഇളങ്കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറി തടഞ്ഞായിരുന്നു പ്രതിഷേധം. നിങ്ങളുടെ കൈവശം ഇത് ട്രാൻസിറ്റ് പാസ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ രേഖയുണ്ടോ ഈ രേഖ എല്ലാം എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരാം. ഇന്ന് പണിയില്ല, മനസ്സിലായോ? ഇന്ന് പണിയില്ല, വണ്ടി മൊത്തം തിരിക്കുക. രേഖ നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങളുടെ കൈവശവും സെയിം പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തായാലും അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. രേഖകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരാം. ഇന്ന് വണ്ടി മൊത്തം തിരിക്കാം. ഇന്ന് വണ്ടിയില്ല, ഇന്നിന് ഇവിടെ വേറെ ധർണയില്ല, വേറൊരു സാധനം. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. ഇളംകുന്നിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കളുമായി വന്ന ടിപ്പർ ലോറി ഇളംകുന്ന് സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് തടയുകയായിരുന്നു. 2022 മുതൽ വല്ലച്ചിറ വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇളംകുന്നിൽ അനധികൃത ഖനനം നടത്തിയെടുത്ത വസ്തുക്കൾ കടത്താനുള്ള ശ്രമം നടക്കുന്നത്. 2024 സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചതിന്റെ പേരിൽ വല്ലച്ചിറ വില്ലേജ് ഓഫീസറും സംഘവും ചേർന്ന് ടിപ്പർ ലോറി, JCB എന്നിവ പിടികൂടി ചേർപ്പ് പോലീസിന് കൈമാറിയിരുന്നതാണ്. ഇളംകുന്നിൽ ഖനനത്തിനെതിരെ കഴിഞ്ഞ ദിവസം വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് ചൊവ്വാഴ്ച രാവിലെ അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കൾ ടിപ്പർ ലോറിയിൽ കടത്താൻ ശ്രമം നടന്നത്. ഇളംകുന്ന് സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ സെബി പിടിയത്ത്, രാജേന്ദ്രൻ മാലിപ്പറമ്പിൽ, സുധീഷ് അപ്പോഴത്ത്, വർഗീസ് മേച്ചേരിപ്പിടി, വിൽസൺ പുത്തൻപുര എന്നിവർക്കൊപ്പം നാട്ടുകാരും ചേർന്നാണ് ടിപ്പർ ലോറി തടഞ്ഞ് പ്രതിഷേധിച്ചത്. വിവരമറിഞ്ഞ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് ചേർപ്പ് പോലീസിനെ വിളിച്ചുവരുത്തി. സ്ഥലത്തെത്തിയ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം ഇളംകുന്നിൽ അനധികൃത ഖനനം നടത്തിയ അതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുകയായിരുന്നു. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്ക് പഴവിൽ ശാഖയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷകരിൽ നിന്ന് ശേഖരിച്ച നെല്ലിന്റെ വില യഥാസമയം നൽകുന്നതിലുള്ള ബാങ്ക് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു സമരം. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PA വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കൊയ്തെടുത്ത് ഉണ്ടാക്കിയ നെല്ല് അത് കൊടുത്തു കഴിഞ്ഞ് 6 മാസം പണം കിട്ടാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. കേരളത്തിൽ മുമ്പ് അധികാരത്തിലുണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആളുകളൊക്കെ ആക്ഷേപം പറയും, ഇപ്പോഴാണ് കൃഷിക്കാരന് ആ ഗവൺമെൻറ് എന്തായിരുന്നു മനസ്സിലാവുന്നത്. ആ ഗവൺമെൻറ് കൃഷിക്കാരന് കൊയ്ത്തു കഴിഞ്ഞാൽ നെല്ലിൻ്റെ പൈസ അധികം വൈകാതെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ മാത്രം ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. നെല്ല് സംഭരിക്കാനുള്ള വില നൽകാൻ ഒരു കൺസോർഷ്യം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ കൺസോർഷ്യത്തിൽ 2 പ്രമുഖ ബാങ്കുകളാണ് കേരളത്തിലുള്ളത്. അതൊന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, മറ്റൊന്ന് കാനറ ബാങ്കാണ്. ഈ 2 ബാങ്കും ഇവിടെ കേട്ടപ്പോഴേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇതൊരു നാട്ടിൻപുറത്താണ് ഈ ബാങ്കിൻ്റെ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് ഇട്ടുകയറാമെന്നുള്ളവരല്ല. ഒരു മര്യാദയുടെ രൂപത്തിൽ പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഉപ്പും ചോറും ഈ മണ്ണിൻ്റെയാണ്. അവരുടെ മാന്യമായ രൂപത്തിൽ പെരുമാറാനും നിങ്ങൾക്ക് കഴിയാവുന്ന സഹായം നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിവിടെ പ്രവർത്തിക്കണമെന്നുള്ളത് ആലോചിക്കാനുള്ള ശേഷി ഇവിടുത്തെ കർഷക ജനലക്ഷങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ 2
ബാങ്കുകൾ ഉൾപ്പെടുന്ന കൺസോർഷ്യം. ഈ ബാങ്കുകളൊക്കെ ഉണ്ടാക്കുന്നത് വലിയ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാജ്യം ബാങ്ക് നാഷണലൈസേഷൻ സാക്ഷ്യം വഹിച്ച രാജ്യമാണ്. അന്ന് അതിൻ്റെ മുഖ്യമായ അജണ്ട ഈ രാജ്യത്തെ കൃഷിക്കാരനെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത് കൃഷിയില്ലാണ്ട് എന്ത് ബാങ്കിങ് നടക്കാൻ പോകുന്നത്? ഏരിയ പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. KSKTU ഏരിയ സെക്രട്ടറി KC രമേശ്, കർഷക സംഘം ഏരിയ സെക്രട്ടറി M ശ്രീരാഗ്, ട്രഷറർ സ്റ്റേനി ചാക്കോ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിന് ശേഷം ബാങ്ക് അധികൃതരും കർഷക സംഘം നേതാക്കളും തമ്മിൽ ഇതു സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇക്കഴിഞ്ഞ ജൂൺ 20 വരെയുള്ള പാഡി റെസീപ്റ്റ് സ്റ്റേറ്റ്മെന്റ് തടസ്സമില്ലാതെ ബാങ്കിൽ സ്വീകരിക്കുമെന്ന് മാനേജർ ഉറപ്പു നൽകി. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണത്തെ ഓണാഘോഷം കെങ്കേമമാക്കാൻ ഒരുങ്ങി ICL ഫിൻകോർപ്പിന്റെ ഒന്നിച്ചോണം പൊന്നോണം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാധ്യത ലക്ഷ്യമിട്ട് വിപുലമായ സംഘാടക സമിതിക്കും രൂപം നൽകി. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണത്തെ ഓണാഘോഷം വർണ്ണാഭമാക്കാൻ ICL ഒന്നിച്ചോണം പൊന്നോണം സംഘാടക സമിതി രൂപീകരിച്ചു. കഴിഞ്ഞ വർഷം ICL ഫിൻകോർപ്പ് നയിച്ച ഒന്നിച്ചോണം പൊന്നോണം വർണ്ണാഭമായ ഓണഘോഷയാത്രയാൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇത്തവണ ഓണാഘോഷയാത്ര സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. ഒന്നിച്ചോണം പൊന്നോണം സംഘാടക സമിതി യോഗത്തിൽ ICL ഫിൻകോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് KG അനിൽകുമാർ അധ്യക്ഷനായി. ഒന്നിച്ചോണം പൊന്നോണത്തിന് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതായി അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷയാത്രയെ ആകർഷകമാക്കാൻ പുലിക്കളി, കുമ്മാട്ടി, തെയ്യം, തിറ, തിരുവാതിരക്കളി, കഥകളി തുടങ്ങി കേരള തനിമയുള്ള കലാരൂപങ്ങളെയെല്ലാം അണിനിരത്തും. ഓണാഘോഷയാത്രയിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനുള്ള സാധ്യതയും പരിശോധിച്ചു വരികയാണ് സംഘാടകർ. സ്കൂളും കോളേജുകളും കേന്ദ്രീകരിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കാനും സംഘാടക സമിതി തീരുമാനിച്ചു. MLA-മാരായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സനീഷ് കുമാർ ജോസഫ്, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ സംഘാടക സമിതി യോഗത്തിൽ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കൌൺസിലർമാർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ചെയർമാനായി 2000-ഓളം പേരടങ്ങുന്ന വിപുലമായ സംഘാടക സമിതിക്കാണ് യോഗം രൂപം നൽകിയത്. പാലിയേക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന സംശയം. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. തലയിൽ അടിയേറ്റ രക്തം വാർന്ന നിലയിലാണ്. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. പാലിയേക്കര പ്രദേശത്തുള്ള വീടുകളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ആളാണ് ചന്ദ്രനെന്ന് പോലീസ് പറഞ്ഞു. ഫോറൻസിക് സംഘം പരിശോധന നടത്തിയ ശേഷം മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തും. ദേശീയപാത ശ്രീനാരായണപുരം പുരി ബസാറിൽ ഇന്നോവ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. അഞ്ചാംപുരത്തി പനങ്ങാട് സ്വദേശി കാട്ടുപറമ്പിൽ കബീറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ റംസാന് ഗുരുതരമായി പരിക്കുണ്ട്. ഇന്ന് രാവിലെ 9:30 അപകടം. എറണാകുളം ഭാഗത്തു നിന്നും വടക്കോട്ട് പോയിരുന്ന കാറും എതിരെ വന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിനും റോഡിലെ ഡിവൈഡറിനും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന നിലയിലായിരുന്നു സ്കൂട്ടർ. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കബീർ മരണമടഞ്ഞു. മതിലകം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരം വെമ്പല്ലൂർ വെക്കോട് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. വെക്കോട് ത്രിപുരസുന്ദരി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 6 മണിയോടെ ശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമുണ്ടായിരുന്ന 2 ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിട്ടുള്ളത്. 7000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ച ഒരാൾ മതിൽ ചാടിക്കടന്ന് മോഷണം നടത്തുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മമ്മിയൂരിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിന് സമീപമാണ് സംഭവം. ചാവക്കാട് പുന്ന സ്വദേശി പുതുവീട്ടിൽ ഷാഹുൽ ഹമീദാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. ഷാഹുൽ ഹമീദിന്റെ സഹോദരിയുടെ മകൻ അൻസാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. സ്കൂളിന് മുന്നിൽ നിന്ന് കുട്ടികളെ കയറ്റി പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ എഞ്ചിനിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. ഉടൻ തന്നെ ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കിയ ശേഷം ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. തീ ആളിപ്പടരും മുൻപ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ വിടുന്ന സമയത്ത് വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടാറ്. എന്നാൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗതാഗതം നിയന്ത്രിച്ച് കുരുക്ക് ഒഴിവാക്കുകയായിരുന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ, ഫയർ ഓഫീസർമാരായ RN അൻവർ, P ആനന്ദ്, R ദീപു, S ഷമീർ, P ഗുരുവായൂരപ്പൻ, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,90 രൂപ, പവന് 1,04,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വല്ലച്ചിറ ഇളംകുന്നിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കളുമായി എത്തിയ ടിപ്പർ ലോറിക്ക് മുന്നിൽ പ്രതിഷേധം. ഇളംകുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറി തടഞ്ഞായിരുന്നു പ്രതിഷേധം. കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാനറ ബാങ്ക് പഴുവിൽ ശാഖയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷകരിൽ നിന്ന് ശേഖരിച്ച നെല്ലിന്റെ വില യഥാസമയം നൽകുന്നതിനുള്ള ബാങ്ക് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു സമരം. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണത്തെ ഓണാഘോഷം കെങ്കേമമാക്കാൻ ഒരുങ്ങി ICL ഫിൻകോർപ്പിന്റെ ഒന്നിച്ചോണം പൊന്നോണം. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സാധ്യത ലക്ഷ്യമിട്ട് വിപുലമായ സംഘാടക സമിതിക്കും രൂപം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.